വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രതിസ്ഥാനത്ത് നിർത്തി ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. സുരേഷ് ഗോപിയും സഹോദരനും കുടുംബാംഗങ്ങളും ആൾതാമസമില്ലാത്ത വീടിന്റെ പേരിൽ വോട്ട് ചേർത്തു. ഒരു ബൂത്തിൽ 25 മുതൽ 40 വോട്ടുകൾ വരെ BJP ക്രമക്കേടിലൂടെ ചേർത്തുവെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. വോട്ട് ക്രമക്കേടിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റെങ്കിൽ കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് VS സുനിൽകുമാറും രംഗത്തെത്തി. ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിൽ സുരേഷ് ഗോപിയും സഹോദരനും കുടുംബാംഗങ്ങളും ചേർത്തത് 11 വോട്ടുകൾ. ഇപ്പോൾ ആ വീട്ടിൽ ആരും താമസമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം വീട് മുംബൈ കേന്ദ്രീകരിച്ച കമ്പനിക്ക് കൊടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതേ വീട്ടിൽ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വോട്ടില്ലെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയന്റെ കുടുംബവും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർക്കുകയും പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് മാറിപ്പോകുകയും ചെയ്യാം. ആദ്യഘട്ട വോട്ടർ പട്ടിക പുറത്തിറക്കിയ ശേഷം കൂട്ടിച്ചേർക്കലുകൾ നടത്തേണ്ട സമയത്താണ് BJP ക്രമക്കേട് നടത്തിയത് എന്നാണ് CPI നേതാവ് VS സുനിൽകുമാറിന്റെ ആരോപണം. ഞങ്ങളുടെ ആക്ഷേപത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 22/1/2024 ഒരു കരട് പട്ടികയുണ്ട്, ഫൈനൽ പട്ടിക. അതിനെ തുടർന്ന് പിന്നീട് വീണ്ടും പേരുകൾ ചേർക്കാൻ കിട്ടുന്ന ആ ഗ്യാപ്പിലാണ് ഈ പറയുന്ന അനധികൃതമായ വോട്ടുകൾ മുഴുവൻ ചേർത്തിരിക്കുന്നത്. ഇവർ ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് 4/4/2024 പട്ടിക വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക. VS സുനിൽകുമാറിന് മാനസിക രോഗമെന്ന് അധിക്ഷേപിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് രംഗത്തെത്തി. UDFനും VS സുനിൽകുമാറിനും BJP വിജയം അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും പരാമർശമുണ്ട്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.